പുരാണങ്ങളിൽ മഹിഷാസുരനെ കുറിച്ച് പറയുന്നുണ്ട്. ദേവന്മാരെയൊക്കെയും തോൽപ്പിച്ച് 3 ലോകങ്ങളെയും അടക്കി വാണിരുന്ന ഭീകരനായിട്ടുള്ള ഒരു അസുര രാജാവായിരുന്നു അദ്ദേഹം. ആ അസുര രാജാവിനെ വധിച്ച ചാമുണ്ടേശ്വരി ദേവിയുടെ അമ്പലമുള്ള ചാമുണ്ഡി ഹിൽസിന്റെ മുകളിലേക്കാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ മൈസൂർ നഗരത്തിന്റെ ഭാഗങ്ങൾ കാണാം. ഉദയസൂര്യന്റെ വെളിച്ചത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിലാണ് യാത്ര. പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ഇവിടെ ഇടതുവശത്തെ പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ബസ്സിന് കുറച്ചും കൂടി മുകളിലേക്ക് പോകാം. ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ്. റോഡ് മാർഗം വരുമ്പോൾ മൈസൂരു സിറ്റി സെൻട്രലിൽ നിന്നും ഏതാണ്ട് 13 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. മലയുടെ അടിവാരത്തിൽ നിന്നും സ്റ്റെപ്പുകൾ കയറിയും ഇവിടേക്ക് എത്താം. രാവിലെയാണ്. അമ്പലത്തിൻ്റെ പരിസരമൊന്നും അത്ര സജീവമായി തുടങ്ങിയിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് നടന്നിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ. നടന്നു വരുമ്പോൾ ദൂരെ നിന്ന് തന്നെ അമ്പലത്തിൻ്റെ ഗോപുരം കണ്ടു തുടങ്ങുകയായി. സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുകയാണ് അമ്പലം. 1000 വർഷത്തോളം പഴക്കമുള്ള ദ്രാവിഡ ശൈലിയിൽ പണിത അമ്പലത്തിന്റെ പ്രധാന ഗോപുരത്തിന് 40 മീറ്ററോളം ഉയരമുണ്ട്. 7 നിലകളുമുണ്ടതിന്. ചാമുണ്ടേശ്വരി ദേവി ദുർഗാദേവിയുടെ രൗദ്രഭാവത്തിലുള്ള വളരെയധികം ശക്തിയായ അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണിത്. നവരാത്രിയും അതിനൊടുവിലായിട്ട് തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദസറയുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1000 അടി ഉയരമുള്ള ചാമുണ്ഡി മലയുടെ മുകളിൽ നിന്നും മൈസൂർ സിറ്റിയുടെ കാഴ്ചകൾ കാണാൻ കഴിയും. മൈസൂരു മഹിഷാസുരന്റെ രാജ്യമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. മഹിഷാസുരന്റെ ഊര് മഹിഷൂരു എന്നറിയപ്പെടുകയും പിന്നീട് മൈസൂരു ആയി മാറുകയും ചെയ്തത്രേ. ബ്രിട്ടീഷ് ഭരണകാലത്ത് പേരൊന്ന് പരിഷ്കരിച്ച് മൈസൂർ എന്നാക്കിയിരുന്നു. എന്നാൽ 2014 പേര് വീണ്ടും മൈസൂരു എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ മലയുടെ മുകളിൽ ഒരു ആധ്യാത്മിക മ്യൂസിയമുണ്ട്. ആ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. ദേവിയാൽ വധിക്കപ്പെട്ട മഹിഷാസുരന്റെ പ്രതിമയാണത്. ചാമുണ്ഡി ഹിൽസിൻ്റെ മൈസൂർ പാലസിൽ നിന്നുള്ള ഒരു വിദൂര ദൃശ്യമാണ്.